ഹലോ ഫ്രണ്ട്സ്, സൊല്യൂഷൻസ് എന്ന +2 കെമിസ്ട്രിയിലെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൊല്യൂഷൻസിലെ ആദ്യ പാർട്ട് നമ്മൾ കണ്ടു. അതുപോലെ ഹെൻറീസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു. നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ റൗൾസ് ലോ പരിചയപ്പെട്ടു. കുറേ എക്സാമ്പിൾസൊക്കെ നമ്മൾ ചെയ്ത് നോക്കി അല്ലേ. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചെയ്യുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കും. അതിൻ്റെ ശേഷം നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാൻ ഹോഫ് ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞാൻ ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. അതിന് ശേഷം നമുക്ക് വാൻ ഹോഫ് ഫാക്ടറിലേക്ക് പോകാം. ശേഷം അടുത്ത ലെക്ചറിൽ നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓരോന്നോരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നീറ്റ് എക്സാമിൽ ഒരുപാട് ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കൽസ് ചോദിക്കുമ്പോൾ വാൻ ഹോഫ് ഫാക്ടർ ഉള്ള വാൻ ഹോഫ് ഫാക്ടർ വൺ ആയിട്ടുള്ളതും വണ്ണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വണ്ണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാൻ ഹോഫ് ഫാക്ടർ കണ്ടെത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വാൻ ഹോഫ് ഫാക്ടർ പഠിച്ചിട്ടാണ് നമ്മൾ മറ്റു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നതെങ്കിൽ നമുക്കത് അവിടേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ പഠിക്കാം. അതിൻ്റെ ശേഷം എങ്ങനെയാണ് അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ കാണുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ശേഷമുള്ള ടോപ്പിക്കിലേക്കൊക്കെ പോകുമ്പോൾ അവിടേക്ക് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാൻ പറ്റും. എനിവേ, വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം അല്ലേ. എന്താണ് വാൻ ഹോഫ് ഫാക്ടർ, അതുപോലെ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പം സാധാരണയായിട്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് പാർട്ടിക്കിൾസിൻ്റെ നമ്പറിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ, അതായത് സൊല്യൂഷൻസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ മാത്രമേ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത്തരം പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പ്യുവർ ആയിട്ടുള്ള സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ആദ്യം ഉദാഹരണത്തിന് വേപ്പർ പ്രഷർ നമ്മൾ എടുക്കുകയാണെങ്കിൽ സൊല്യൂഷന് ഒരു പ്യുവർ സോൾവെൻറ്റിന് ഒരു വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും അല്ലേ. അതേസമയത്ത് നമ്മൾ അതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനും എന്തുണ്ടാവും? ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഈ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും ഈ സൊല്യൂഷൻ, അതായത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പം നമ്മൾ ആഡ് ചെയ്യുമ്പം ആ സൊല്യൂട്ട് എന്ത് ചെയ്യുന്നില്ല? വേപ്പർ പ്രഷറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അത്രയും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഈ വേപ്പർ പ്രഷറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിനേക്കാളും കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുക. അതായത് പ്യുവർ സോൾവെൻറ്റിലേക്ക് നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുക? സൊല്യൂഷൻ കിട്ടും അല്ലേ. അപ്പോൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായിരിക്കും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, അതായത് ആ ഡിഫറൻസിനെ, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുക. അതിനെ നമ്മൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഒന്ന് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. നമുക്ക് ഡിവൈഡ് ചെയ്താൽ P0 കൊണ്ട് അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറാണ്. ഇതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം പ്യുവർ സോൾവെൻ്റ് ആയിരിക്കുമ്പം ഒരു ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടാവും അല്ലേ. അതായത് വേപ്പേഴ്സ് കുറേ ഫോം ചെയ്യും. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് ബോയിൽ ചെയ്യുക അല്ലേ. അതേസമയത്ത് നമ്മൾ സോൾവെൻറ്റിലേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വേപ്പർ പ്രഷർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേപ്പർ പ്രഷർ ഓൾറെഡി കുറവാണല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അത്രയും അത്രയും വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം രണ്ടാമത്തെ കേസിൽ കൂടുതൽ ടെമ്പറേച്ചറിലാണ് നമുക്ക്
അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വേപ്പർ പ്രഷർ കിട്ടിയത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇതും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇത്തരം പ്രോപ്പർട്ടീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാനതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇനി എന്താണ് വാൻ ഹോ ഫാക്ടർ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഓക്കെ, വാൻ ഹോ ഫാക്ടർ എന്ന് പറയുമ്പം ഞാനിപ്പോൾ പറഞ്ഞു നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇപ്പോൾ നമ്മൾ ഒരു NaCl കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ്. അപ്പോൾ 1 mol NaCl നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് Na+ അയൺസും Cl- അയൺസും ആയിട്ട് ഇത് ഡിസോസിയേറ്റ് ചെയ്യും, ഇത് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ 1 mol കോമ്പൗണ്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിലും വാട്ടറിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഡിസോസിയേറ്റ് ചെയ്തിട്ട് 1 mol Cl- 1 mol Na+ മാറും. അതായത് ടോട്ടൽ 2 moles ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. 1 mol Cl- ഉണ്ടാകുന്നുണ്ട്, അതുപോലെ 1 mol Na+ ഉണ്ടാകുന്നുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയാൽ 2 moles ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ ആഡ് ചെയ്തത് എന്താണ്, 1 mol NaCl ആണ്. അപ്പോൾ 1 mol NaCl വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 moles ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ യൂറിയയോ അതുപോലെ തന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഡിസോസിയേറ്റ് ചെയ്യില്ല, വാട്ടറിൽ അതേപോലെ ഉണ്ടാവും. അപ്പോൾ അവരെ 1 mol യൂറിയ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എന്താണ്, 1 mol തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, NaClൻ്റെ കേസിലാണെങ്കിൽ 1 mol NaCl ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 moles ഓഫ് പാർട്ടിക്കിൾസ് ആണ്. യൂറിയയും ഷുഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 1 mol പാർട്ടിക്കിൾസ്, 1 mol കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നത് 1 mol പാർട്ടിക്കിൾസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, കാരണം അവർ ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. ഇനി വേറെ ചില കോമ്പൗണ്ട്സ്, ഇപ്പം അസറ്റിക് ആസിഡ് CH3COOH ഒക്കെ പോലെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല, കുറച്ച് ആളുകൾ ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കും. ഓക്കെ, കുറച്ച് മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്യാതെ CH3COOH ആയിട്ട് തന്നെ നിൽക്കും. ചില മോളിക്യൂൾസ് എന്ത് ചെയ്യും, CH3COO- H+ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പം അത് എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്ന CH3COO- H+ൻ്റെ ഒക്കെ നമ്പർ അല്ലേ. അപ്പോൾ നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കുന്ന CH3COOHും അതുപോലെ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള, കുറച്ച് ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നുണ്ടായിട്ടുള്ള CH3COO- H+ഉം, ഈ 3 എണ്ണത്തിൻ്റെയും കൂടി സമ്മായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, CH3COOH പോലത്തതാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, NaCl ഒക്കെ ആണെങ്കിൽ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 moles ആയിട്ട് മാറും. 1 mol ആഡ് ചെയ്താൽ 2 moles ആയിട്ട് മാറും, കാരണം 1 mol Na+, 1 mol Cl- ഫുള്ളായിട്ട് ഡിസോസിയേറ്റ്, NaCl ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് 1 mol Na+, 1 mol Cl- ആയിട്ട് മാറും. അതേസമയത്ത് CH3COOH പോലത്തെ വീക്ക് ഇലക്ട്രോലൈറ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അവർ കുറച്ച് എന്താ പറയുക, ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കും, കുറച്ച് എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കുന്നത് CH3COOH ആയിട്ട് തന്നെ നിൽക്കും. അതേസമയത്ത് കുറച്ച് ഡിസോസിയേറ്റ് ചെയ്തിട്ട് CH3COO- H+ഉം ആയിട്ട് മാറും, CH3COO- H+ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നോക്കുമ്പം ഡിസോസിയേറ്റ് ചെയ്യാത്ത CH3COOHൻ്റെ നമ്പർ, അതേപോലെ CH3COO- നമ്പർ പ്ലസ് H+ൻ്റെ നമ്പർ, ഈ 3 എണ്ണത്തിൻ്റെയും കൂടി നമ്പറാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ, നമുക്ക് എത്രയാണ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടെത്താൻ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സൊല്യൂഷൻ നമ്മൾ എന്ത് ഡിസോൾവ് ചെയ്താലും, ഏത് കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്താലും എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ടോട്ടലി അവസാനം നമുക്ക് കിട്ടുന്നത് എന്ന് കാണാൻ വാൻ ഹോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നു. അതാണ് നമ്മൾ വാൻ ഹോഫ് ഫാക്ടർ എന്ന പേരിൽ പഠിക്കുന്നത്. ഓക്കെ, ഈ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാൻ പറ്റും, ഇൻ സൊല്യൂഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം ഈ ടോപ്പിക്ക് കേട്ടവരാണെങ്കിൽ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും.
അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിതിലൂടെ ഈ ടോപ്പിക്കിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഏതായിരുന്നാലും നമുക്ക് ആദ്യം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് കാണാം, പിന്നീട് നമുക്ക് വൺ ഹോഫ് ഫാക്ടറിലേക്ക് പോവാം അല്ലേ. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസാണ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പ്യുവർ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസാണ്. ഏത് പ്രോപ്പർട്ടീസാണ്? അതായത് ആ പ്രോപ്പർട്ടീസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത്തരം പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ദി സൊല്യൂഷൻ വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺലി ഓൺ ദി ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി സൊല്യൂഷൻ. ഓക്കെ, ഇനി അവരെന്ത് ചെയ്യുന്നില്ല? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ ഏത് നേച്ചർ, അതിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്, ചാർജ് എന്താണ്, ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പ്രധാനമായിട്ടും 4 എണ്ണമാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തേത് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. എന്താണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്യുവർ സോൾവെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്യുവർ സോൾവെൻറ്റിന് ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. ഓക്കെ, അത് വേപ്പേഴ്സ് ഫോം ചെയ്തിട്ട് അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടാവും. അതേസമയത്ത് പ്യുവർ സോൾവെൻറ്റിലേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ ആ സൊല്യൂഷനും എന്തുണ്ടാവും? ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് പ്യുവർ സോൾവെൻറ്റിനായിരിക്കും വേപ്പർ പ്രഷർ കൂടുതൽ ഉണ്ടാവുക. പ്യുവർ സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കുറവ്, അതായത് പ്യുവർ സോൾവെൻറ്റിനേക്കാളും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറവാണല്ലോ, ആ കുറവിനെയാണ് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ഞാനതിനെ ആദ്യത്തേതിന്, അതായത് സോൾവെൻറ്റിൻ്റെ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ ഞാൻ പി സോൾവെൻ്റ് എന്നെടുക്കുകയാണ്. ഓക്കെ, ഇനി സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിനെ ഞാൻ പി സൊല്യൂഷൻ എന്നെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി സോൾവെൻറ്റ് മൈനസ് പി സൊല്യൂഷനാണ് നമ്മൾ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുക. ഇതിനെ നമ്മൾ വീണ്ടും പി സോൾവെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ പി സോൾവെൻറ്റ്, അതാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതാണ് ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, അതായത് വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് ബോയിൽ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്യുവർ സോൾവെൻ്റ് ആയിരിക്കുമ്പം നമ്മളിങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവന്ന് വേപ്പർ പ്രഷർ ഇങ്ങനെ കൂടും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്ന സമയത്ത് ബോയിൽ ചെയ്യും അല്ലേ. അതേ സമയത്ത് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ, നോൺ വോളറ്റൈൽ സൊല്യൂട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ, നമ്മളിവിടെ പ്യുവർ സോൾവെൻറ്റിന് കൊടുക്കുന്ന അതേ ടെമ്പറേച്ചർ ഇവിടെ കൊടുത്താലും വേപ്പർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ കുറവായിരിക്കും സൊല്യൂഷൻ്റെ കേസിൽ. അപ്പോൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ കേസിൽ ഫോം ചെയ്തിട്ടുള്ള വേപ്പേഴ്സിൻ്റെ അത്രയും വേപ്പേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. എവിടെ? സൊല്യൂഷൻ്റെ സൈഡിൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് വേപ്പർ പ്രഷർ ഈക്വൽ ആകുന്ന ഇവിടുത്തെ ടെമ്പറേച്ചറിൽ ഇവിടുത്തെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യില്ല, അതായത് സൊല്യൂഷൻ്റെ കേസിലുള്ള വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവില്ല. ഓക്കെ, കുറവായിരിക്കും. കുറച്ചുകൂടി ടെമ്പറേച്ചർ കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ഇവിടുത്തെ സൊല്യൂഷൻ്റെ കേസിലുള്ള വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുള്ളൂ. അപ്പം ഇതിൻ്റെ, അതായത് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള ടെമ്പറേച്ചർ ആണല്ലോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും എന്ത്, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ്. കാരണം അതിന് കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ ഇത്രയും വേപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്യുള്ളൂ. ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു എലവേഷൻ കൂടുതലാണല്ലോ, സൊല്യൂഷന് കൂടുതലാണ്. ആ ഒരു എലവേഷന്, അതാണ് നമ്മൾ എലവേഷൻ ബോയിലിംഗ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതേ സെയിം സംഗതിയാണ്. അതായത് ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുക സൊല്യൂഷൻ്റെത് പ്യുവർ സോൾവെൻറ്റിനേക്കാളും. അതേസമയത്ത് ഫ്രീസിങ് പോയിന്റ് ആണെങ്കിൽ കുറയാണ് ചെയ്യുക. അതിനാണ് നമ്മൾ ഡിപ്രഷൻ ഇൻ
ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കിതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം, ഓരോന്നോരോന്ന് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പിന്നീട് നമുക്ക് വൺ ഹോഫ് ഫാക്ടറിലേക്ക് പോകാം. ഓക്കെ, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഇനി നാലാമത്തേതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, ഇങ്ങനെ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ നമ്മൾ സോൾവെൻറ്റിൽ ആഡ് ചെയ്യുമ്പം നമ്മൾ എടുക്കുന്ന കോൺസെൻട്രേഷൻ ആയിരിക്കില്ല എന്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട് 1 മോൾ ആണെങ്കിൽ ഉണ്ടായിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 മോൾ ആയിരിക്കണമെന്നില്ല അല്ലേ. ഇപ്പം NaClൻ്റെ കേസിലാണെങ്കിൽ അത് 2 മോൾസ് ആയി മാറും അല്ലേ. അതേസമയത്ത് യൂറിയൻ്റെ കേസിലാണെങ്കിൽ 1 മോൾ തന്നെയാണ്. അതുപോലെ CH3COOHൻ്റെ മൈനസിലാണെങ്കിൽ മറ്റൊന്നാണ് അല്ലേ. കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യും, കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കും. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഇത് കാണുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 3 കേസാണുള്ളത്. ഒന്നാമത്തെ കേസ്, നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന പാർട്ടിക്കിൾ പൂർണ്ണമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ട്. ഇപ്പം NaCl ആണെങ്കിൽ നമ്മൾ എത്ര മോൾസ് NaCl എടുക്കുന്നോ അത്രയും മോൾസ് ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na+ഉം NaCl- ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാൻ വളരെ എളുപ്പമാണ് അല്ലേ. അതായത് NaCl ഇപ്പോൾ നമ്മൾ ഡിസോൾവ് ചെയ്യാണ്, സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാണ്. അപ്പോൾ NaCl എന്ത് ചെയ്യുന്നുണ്ട്, 1 മോൾ NaCl ആണ് എടുക്കുന്നതെങ്കിൽ 1 മോൾ Na+ഉം അതുപോലെ 1 മോൾ Cl- ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി 2 മോൾസ് ഓഫ് NaCl ആണ് എടുക്കുന്നതെങ്കിൽ 2 മോൾസ് ഓഫ് Na+ഉം അതേപോലെ 2 മോൾസ് ഓഫ് Cl- ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ 1 മോൾ NaCl ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 2 മോൾസ് ആണ്. ഓക്കെ, അതേസമയത്ത് 2 മോൾസ് ആണ് എടുക്കുന്നതെങ്കിൽ 4 മോൾസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഓക്കെ, ഇതുപോലെ ഞാൻ വേറൊരു കോമ്പൗണ്ട് എടുക്കണം. ഉദാഹരണത്തിന് KCl ആണ് എടുക്കുന്നതെങ്കിൽ 1 മോൾ KCl എടുത്താൽ അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് K+ഉം അതുപോലെ Cl- ആയി മാറുമല്ലോ. അപ്പോൾ 1 മോൾ KCl ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 1 മോൾ K+ഉം 1 മോൾ Cl- കിട്ടുന്നതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 2 മോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കേസ് അല്ലേ. അതായത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട്സ് ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് വ്യത്യസ്ത പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നുണ്ട്. അവരുടെ ടോട്ടൽ നമ്പർ കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ഷുഗർ പോലത്തതാണെങ്കിൽ, അതായത് നോൺ ഇലക്ട്രോലൈറ്റ് എന്നാണ് നമ്മൾ ഇവരെ പറയുന്നത്. നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ ഷുഗർ പോലെ യൂറിയ പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ 1 മോൾ ഷുഗർ മോളിക്യൂൾ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അവരെന്ത് ചെയ്യും, 1 മോൾ ഷുഗർ മോളിക്യൂളായിട്ട് തന്നെയാണ് നിൽക്കുക. ഓക്കെ, 1 മോൾ ആയിട്ട് തന്നെയാണ് നിൽക്കുക. ഓക്കെ, അവർ ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എത്രയാണ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ ആയിരിക്കും എന്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. നമ്മൾ എത്ര മോൾസ് ഓഫ് കോമ്പൗണ്ട് ആണോ എടുത്തത് അത്ര മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ് നമുക്ക് കിട്ടുക നോൺ ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ ആദ്യത്തിൽ നമ്മൾ NaCl പോലത്തെ ഇലക്ട്രോലൈറ്റ്സ്, ഇവിടെ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. അതായത് ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അവർ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് ഡിസോസിയേറ്റ് ചെയ്യാത്ത ടൈപ്പ് കോമ്പൗണ്ട്സ് ആണ് എടുക്കുന്നതെങ്കിൽ, അവരെന്ത് ചെയ്യുന്നില്ല, നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെയാണ് നമുക്ക് വാട്ടറിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ കിട്ടുക, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടുക. ഇനി വേറൊരു ടൈപ്പ് കോമ്പൗണ്ട്സ് ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവരെ നമ്മൾ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പം ഇവർ കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യും, കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കും. ഓക്കെ, ഉദാഹരണത്തിന് CH3COOH നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ചിലത് എന്ത് ചെയ്യും, CH3COOH ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഡിസോസിയേറ്റ് ചെയ്യില്ല.
ചിലത് CH3COO മൈനസും അതുപോലെ H+ ആയിട്ട് മാറും. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ 10 മോൾസ് എടുത്തു എന്ന് സങ്കല്പിക്കാം. 10 മോൾസ് ഓഫ് CH3COOH എടുത്തു. അതിലെന്ത് ചെയ്തു? ഒരു 6 മോൾസ് ഡിസോസിയേറ്റ് ചെയ്യാതെ നിന്നു, CH3COOH ആയിട്ട് നിന്നു. ഓക്കെ, ബാക്കി 4 മോൾസ് എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ 4 മോൾസിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടാവും? 4 CH3COO മൈനസും അതുപോലെ 4 H+ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 6 + 4 + 4 ആയിരിക്കും അല്ലേ? നമ്മൾ ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് 10 ആണെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുള്ളത് 6 + 4 + 4 ആയിരിക്കും. ഇത്തരം ആളുകളെ, അതായത് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കാണുക എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ വാൻ ഹോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വാൻ ഹോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എത്രയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നത് മോളിക്യൂൾസ്. ഇനി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഡിസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ മാത്രമാണ്. അതുപോലെ അസോസിയേഷനും ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ CH3COOHനെ തന്നെ നമ്മൾ നോൺ പോളാർ ആയിട്ടുള്ള സോൾവെൻറ്റിലാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ 2 CH3COOH മോളിക്യൂൾസ് ഒറ്റൊന്നായിട്ട് നിൽക്കും. ഡൈമർ എന്നാണ് നമ്മളതിനെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് 4 മോളിക്യൂൾസ് അല്ലെങ്കിൽ 4 മോൾസ് ആണെങ്കിലും നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് 2 മോൾസ് ആയിരിക്കും. കാരണം എന്താണ്? 2 മോൾസ് ഒരുമിച്ച് അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് ഒരുമിച്ചിട്ട് ഒറ്റ മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം 4 മോളിക്യൂൾ നമ്മൾ ഇട്ടാൽ രണ്ടും ഓരോന്ന് വീതമായിട്ട് 2 എണ്ണമായിട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ? 6 മോളിക്യൂൾസ് നമ്മൾ എടുത്താൽ അവർ ഡൈമർ ഫോം ചെയ്യും. 2 എണ്ണം വീതമുള്ള ഓരോന്നായിട്ട് നിൽക്കും അല്ലേ? അപ്പം ടോട്ടൽ നമുക്ക് 3 എണ്ണമായിരിക്കും കിട്ടുക. അപ്പം നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കില്ല എന്തെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസോസിയേഷനാണ് പറഞ്ഞത് അല്ലേ? സ്പ്ലിറ്റ് ചെയ്തിട്ട് 1 2 എണ്ണമായി മാറുന്നത്. ഇവിടെ എന്താണ്? 2 എണ്ണം 1 മാറുന്ന കേസാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് വാൻ ഹോഫ് ഫാക്ടർ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണ്? മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ, അതായത് അവസാനത്തിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് I × മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾഡ് ആണ് എന്നാണ് പറയുന്നത്. I എന്നുള്ളൊരു ഫാക്ടറാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എടുത്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പൗണ്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ സൊല്യൂട്ട് ഉണ്ടല്ലോ, അതിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ കിട്ടും. ഇനി I എന്ന് പറഞ്ഞാൽ എന്താണ്? I എങ്ങനെയാണ് കാണുന്നത്? അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? നമ്മൾ എടുത്തിട്ടുള്ള സൊല്യൂട്ടിൻ്റെ മോൾസ് എത്രയാണ്, മോൾസിനെ എത്രയാണോ നോക്കിയിട്ട് അതിനെ നമ്മൾ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, I എന്നുള്ള ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ I കണ്ടാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 1 മോളാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ I × 1 ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും അല്ലേ? ഇപ്പോൾ NaClൻ്റെ കേസിൽ I = 2 ആണെങ്കിൽ നമ്മൾ 1 മോൾ എടുത്താൽ 2 × 1 അല്ലേ? 2 ആയിരിക്കും, 2 മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും സൊല്യൂഷനിൽ ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ നമ്മൾ 3 മോൾസ് ഓഫ് NaCl ആണ് എടുക്കുന്നതെങ്കിൽ I 2 ആണെങ്കിൽ 2 × 3 6 മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും നമുക്ക് സൊല്യൂഷനിൽ കിട്ടുക. ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ മോൾസ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇനി I എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം ഒരു കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോമ്പൗണ്ട്, ഞാനിപ്പം AXBY എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ എന്ത് ചെയ്യാണ്? സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിസോൾവ് ചെയ്യാണ്.
അങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എക്സ് മോൾസ് ഓഫ് എയും അതിൻ്റെ ചാർജ് വൈ പ്ലസ് ആയിരിക്കും. അതേപോലെ വൈ മോൾസ് ഓഫ് ബിയും ചാർജ് എക്സ് മൈനസ് ആയിരിക്കും. ഇവർ രണ്ടുപേരെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ CH3COOH ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും, CH3COO മൈനസും അതുപോലെ H പ്ലസും ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ഇവിടെ നമ്മളൊരു കോമ്പൗണ്ട്, ഒരു ജനറൽ ആയിട്ടുള്ള കോമ്പൗണ്ട് എടുക്കുകയാണ്. ഇവിടെ AXBY എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ്. അത് ഡിസോൾവ് ചെയ്തിട്ട് എക്സ് മോൾസ് ഓഫ് എ വൈ പ്ലസും അതുപോലെ വൈ മോൾസ് ഓഫ് ബി എക്സ് മൈനസും ഉണ്ടാവുമെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉദാഹരണമായിട്ട് Na പ്ലസ് ആണ് NaCl ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ Na പ്ലസും അതുപോലെ Cl മൈനസും ആണ് ഉണ്ടാവുക അല്ലേ. അതുപോലെ CH3COOH ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ CH3COO മൈനസും H പ്ലസും ആണ് ഉണ്ടാവുക അല്ലേ. അതേപോലെ ഇവിടെ AXBY എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്തിട്ട് എക്സ് മോൾസ് ഓഫ് എ വൈ പ്ലസും അതുപോലെ വൈ മോൾസ് ഓഫ് ബി എക്സ് പ്ലസും എക്സ് മൈനസും ഉണ്ടാകുന്ന റിയാക്ഷനാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ AXBY എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ സി മോൾസ് എടുത്തു. ആദ്യം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി മോൾസ് ആണ്. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ്. ഇത് എപ്പോഴാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കോൺസെൻട്രേഷനാണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ AXBYൻ്റെത് സി ആയിരിക്കും. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ കോൺസെൻട്രേഷൻ അത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ബീൻ്റെ കോൺസെൻട്രേഷനും 0 ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അതായത് ഇതിൽ നിന്നും കുറച്ച് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, കുറച്ച് ഇപ്പോൾ CH3COOHൻ്റെ പോലെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത് എത്ര എമൗണ്ടാണ് ഡിസോസിയേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നത് എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അതായത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളിപ്പം 100 മോൾസ് എടുത്തു. അപ്പോൾ അതിൻ്റെ 40% ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് 40 മോൾസ് ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 40% ആണ് അവിടുത്തെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയാം. അത് 100ൽ പറയുമ്പോഴാണ് നമ്മൾ 40% എന്ന് പറയാം അല്ലേ. അത് 1ൽ പറയുകയാണെങ്കിലോ ഫ്രാക്ഷനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 0.4 ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനെ ആൽഫ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള മോൾസ് ഓഫ് AXBY എത്ര ആയിരിക്കും? സി ആൽഫ ആയിരിക്കും. സി ഇൻറ്റു ആൽഫ ആയിരിക്കും. അതായത് സി ആയിരുന്നു നമ്മളെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോയാൽ ആൽഫ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആൽഫ ഫ്രാക്ഷനാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ മൈനസ് സി ആൽഫ ആയിരിക്കും എന്ത് ചെയ്യുക, ടോട്ടലായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഞാൻ ഒന്നുകൂടി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇനീഷ്യലായിട്ട് എടുത്തിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് AXBY എന്ന് പറയുന്നത് സി മോൾസ് ആണ്. ഓക്കെ, സി മോൾസ് ആണ് AXBY എടുത്തിട്ടുള്ളത്. ഇനീഷ്യലി നമ്മൾ എടുത്തപ്പം ബ്രേക്ക് ഡൗൺ ഒന്നും നടന്നിട്ടില്ല, ഡിസോസിയേഷൻ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് എയും ബിയും 0 ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എത്ര ആയിരിക്കും? അതായത് ആൽഫ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ബ്രേക്ക് ഡൗൺ ചെയ്യുക. ആൽഫ 40% ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ 40% ആയിരിക്കും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാവുക. ആൽഫ 50% ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതിയും അല്ലെങ്കിൽ 50% എന്തായിട്ടുണ്ടാവും, ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഈ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈ കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് സി ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ സി ആൽഫ എന്ന് പറയുന്ന എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AXBY ഡിസോസിയേറ്റ് ചെയ്താൽ 1 മോൾ ഓഫ് AXBY ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് മോൾസ് ഓഫ് എ ആണ് കിട്ടുക അല്ലേ. 1 മോൾ ഓഫ് AXBY ഡിസോസിയേറ്റ് ചെയ്താൽ എക്സ് മോൾ ഓഫ് എ ആണ് കിട്ടുക. അതുപോലെ വൈ മോൾസ് ഓഫ് ബി ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി ആൽഫ മോൾസ് ഓഫ് 1 മോൾ ചെയ്താൽ എക്സ് മോൾ കിട്ടും. ഓക്കെ,
1 മോൾ AXBY ഡിസോസിയേറ്റ് ചെയ്താൽ എക്സ് മോൾസ് ഓഫ് എ കിട്ടും, AY പ്ലസ് കിട്ടും. അതേസമയത്ത് സി ആൽഫ ആണല്ലോ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സി ആൽഫ ആണെങ്കിൽ എത്ര ആയിരിക്കും AY പ്ലസ് കിട്ടുക? എക്സ് ഇൻറ്റു സി ആൽഫ ആയിരിക്കും അല്ലേ? എക്സ് ഇൻറ്റു സി ആൽഫ ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. 1 മോള് ഞാനിവിടെ എഴുതി കാണിക്കാം. അതായത് 1 മോള് AXBY ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് മോൾസ് ഓഫ് AY പ്ലസ് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ സി ആൽഫ മോൾസ് ഓഫ് AXBY ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സി ആൽഫ ഇൻറ്റു എക്സ് മോൾസ് ഓഫ് AY പ്ലസ് കിട്ടും അല്ലേ? അപ്പം ഞാൻ ആ സി ആൽഫ ഇൻറ്റു എക്സ് എന്നുള്ളത് ഇവിടെ എഴുതി. ഇത്രയും മോൾസാണ് നമുക്ക് AY പ്ലസ് കിട്ടുക. അതുപോലെ തന്നെ എക്സ് ഇൻറ്റു സി ആൽഫ മോൾസാണ് എന്ത് കിട്ടുക? ബി കിട്ടുക, BX മൈനസ് കിട്ടുക അല്ലേ? AY പ്ലസ് കിട്ടുന്നത് എക്സ് ഇൻറ്റു സി ആൽഫയാണ്, Y ഇൻറ്റു സി ആൽഫയാണ്, BX മൈനസ് കിട്ടുക അല്ലേ? Y ഇൻറ്റു സി ആൽഫ. അതായത് 1 മോൾ ഡിസോസിയേറ്റ് ചെയ്താൽ Y മോൾസ് ആണ് കിട്ടുക അല്ലേ? അപ്പോൾ സി ആൽഫ മോൾസ് ഡിസോസിയേറ്റ് ചെയ്താൽ Y ഇൻറ്റു സി ആൽഫ മോൾസ് ഓഫ് BX മൈനസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പം നമ്മളെ കയ്യിൽ ഇനീഷ്യലി ഉണ്ടായിരുന്നത് സി ആയിരുന്നു, ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് മൈനസ് സി ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? AXBYൻ്റെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? AXBYൻ്റെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോൺസെൻട്രേഷൻ, അതായിരിക്കും. അത്രയായിരിക്കും നമ്മളെ കയ്യിൽ ഡിസോസിയേറ്റ് ചെയ്യാത്ത AXBY ഉണ്ടാവുക അല്ലേ? അതായത് സി മൈനസ് സി ആൽഫ ആയിരിക്കും എന്തുണ്ടാവുക? ഡിസോസിയേറ്റ് ചെയ്യാത്തത് ബാക്കി ഉണ്ടാവുക അല്ലേ? ഇനി എത്ര മോൾ AY പ്ലസ് ഫോം ചെയ്തിട്ടുണ്ടാവും? അത് എക്സ് മോൾസ് തന്നെയാണ്, എക്സ് ഇൻറ്റു സി ആൽഫ മോൾസ് ആണ് അല്ലേ? അതുപോലെ BX മൈനസ് Y ഇൻറ്റു സി ആൽഫ മോൾസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് എന്താ കിട്ടുക? ഡിസോസിയേറ്റ് ചെയ്യാത്ത സി മൈനസ് സി ആൽഫ മോൾസ് ഓഫ് AXBY കിട്ടും. അതുപോലെ എക്സ് സി ആൽഫ മോൾസ് ഓഫ് AY പ്ലസ് കിട്ടും. അതുപോലെ Y സി ആൽഫ മോൾസ് ഓഫ് BX മൈനസും കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ കോൺസെൻട്രേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ആഡ് ചെയ്യണം. അതായത് സി മൈനസ് സി ആൽഫ പ്ലസ് എക്സ് സി ആൽഫ പ്ലസ് Y സി ആൽഫ, ഇതാണ് എന്ത്? ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫൈനൽ കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓക്കെ ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് ആൽഫ പ്ലസ് എക്സ് ആൽഫ പ്ലസ് Y ആൽഫ എന്ന് കിട്ടും അല്ലേ? പ്ലസ് Y ആൽഫ ഓക്കെ, പ്ലസ് Y ആൽഫ ഈക്വൽ ടു സി ഇൻറ്റു 1 പ്ലസ്, ഞാൻ ഇതിൽ നിന്ന് ആൽഫ, ഈ 3 ടേമിലും ആൽഫ ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആൽഫനെ പുറത്തെടുക്കുകയാണ്. ഓക്കെ, അതായത് എക്സ് പ്ലസ് Y മൈനസ് 1 ഇൻറ്റു ആൽഫ എന്ന് കിട്ടും. റെഡിയാണോ? സി ഇൻറ്റു 1 മൈനസ് ആൽഫ പ്ലസ് എക്സ് ആൽഫ പ്ലസ് Y ആൽഫ എന്നുള്ളതിന് നമുക്ക് സി ഇൻറ്റു ആ ആൽഫ ഉള്ള ടേംസ് എന്നൊക്കെ ജനറലായിട്ട് 1 ഞാൻ അങ്ങനെ തന്നെ എഴുതി, ആൽഫ ഉള്ള ടേംസ് എന്നൊക്കെ ആൽഫനെ പുറത്തെടുത്തു ജനറലായിട്ട്, എന്നിട്ട് ബാക്കിയുള്ളത് അവിടെ എഴുതി, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി അല്ലേ? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് നോക്കൂ, അതായത് ഇതാണ് എക്സ് അല്ലേ, ഇതാണ് എക്സ് അല്ലേ, അതുപോലെ ഇതാണ് വൈ. അതായത് നമ്മുടെ AXBY എന്ന് പറയുന്ന കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്താൽ എക്സ് മോൾസ് ഓഫ് എയും അതുപോലെ Y മോൾസ് ഓഫ് ബി ആണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അതായത് 1 മോള് ടോട്ടലായിട്ട് ഡിസോസിയേറ്റ് ചെയ്താൽ, ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഓഫ് മോൾസ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അത് NaClൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? 2 ആണ്. NaCl ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 2 ആണ് അല്ലേ?
അതുപോലെ ഇനിയിപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. എന്താണ് KCl ആണെങ്കിൽ, KCl ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെയും 2 ആണ്, K പ്ലസും Cl മൈനസും അല്ലേ. 1 മോൾ K പ്ലസും 1 മോൾ Cl മൈനസും ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ X+Y എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ്, അതായത് 1 മോൾ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് കാറ്റയോൺസിൻ്റെ, നമ്പർ ഓഫ് ആനയോൺസിൻ്റെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടോട്ടൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് X+Y എന്ന് പറയുന്നത്. അതിനെ നമുക്ക് N ആയിട്ട് എടുക്കുകയാണെങ്കിൽ, N എന്ന് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് എഴുതാൻ പറ്റും, നമുക്ക് ഇക്വേഷനെ C × 1 + n-1 × ആൽഫ എന്ന് എഴുതാൻ പറ്റും അല്ലേ. n-1 × ആൽഫ. ഇവിടെ n എന്താണ്, n = X+Y ആണ് അല്ലേ. n = X+Y ആണ്. അതിപ്പോൾ ഉദാഹരണത്തിന് H2SO4ൻ്റെ കേസിലാണെങ്കിൽ n എത്ര വരിക, H2SO4 ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2H+ഉം SO4 2- ആയിട്ടാണ് മാറുക അല്ലേ. അപ്പോൾ അതായത് 2 മോൾസ് ഓഫ് H+ഉം 1 മോൾസ് ഓഫ് SO4- ആണ്. അപ്പോൾ 2 + 1 = 3 ആണ് വരിക അല്ലേ, H2SO4ൻ്റെ കേസിലാണെങ്കിൽ. ഇനി MgCl2 ആണെങ്കിലോ, MgCl2 ആണെങ്കിൽ Mg + 1 മോൾസ് ഓഫ് Mg2+ + 2 മോൾസ് ഓഫ് Cl- ആണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെയും 1 + 2 അതായത് 3 ആണ് വരിക. ഇങ്ങനെയാണ് n നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ n = X+Y ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി നമ്മളെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, അതായത് നമ്മുടെ വൺ ഹോഫ് ഫാക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, വൺ ഹോഫിൻ്റെ കോൺട്രിബ്യൂഷൻ പ്രകാരം നമുക്ക് പറയാൻ പറ്റും എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു I × ടോട്ടൽ നമ്പർ ഓഫ് സൊല്യൂട്ട്സ് എന്ന് പറയാം അല്ലേ, സൊല്യൂട്ട്സ്. അതല്ലെങ്കിൽ ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു I × കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്സ്. ഇവിടുന്ന് നമുക്ക് I കിട്ടും. അതായത് I വിൽ ബി ഈക്വൽ ടു എന്താണ്, I വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ആണ് അല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ് കിട്ടിയത്, ഡിസോസിയേഷൻ്റെ ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ടോട്ടൽ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് C × 1 + n-1 × ആൽഫ. ഓക്കെ, അപ്പം ഞാനതിവിടെ ഇതാണ് C × 1 + n-1 × ആൽഫ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. നമ്മൾ ഇനീഷ്യലായിട്ട് എടുത്തിട്ടുള്ള സൊല്യൂട്ട് എത്രയാണ്, C ആണ് അല്ലേ. അപ്പോൾ ഈ സിയും സിയും കട്ട് ചെയ്ത് പോയാൽ I ഈക്വൽ ടു എന്താണ്, 1 + n-1 × ആൽഫ എന്ന് കിട്ടും. ഓക്കെ, 1 + n-1 × ആൽഫ. ഇവിടെ I എന്ന് പറയുന്നത് 1/2 ഫാക്ടറാണ്. അതുപോലെ n എന്ന് പറയുന്നത് X+Y ആണ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് കാറ്റയോണിൻ്റെയും, ഇപ്പോൾ സാൾട്ടൊക്കെ ആണെങ്കിൽ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ടോട്ടൽ നമ്പർ. ഓക്കെ, അതുപോലെ ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് അസോസിയേഷൻ്റെ കേസിലുള്ള 1/2 ഫാക്ടർ കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. റെഡി? ഓക്കെ, അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ടേബിൾ ഒന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വാട്ടറിൽ KCl-നെ ഡിസോൾവ് ചെയ്യാണ്. ഓക്കെ, അവിടെ KCl എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആണ്. അതായത് ഫുള്ളായിട്ട് അതെന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ n എന്താണ് നമുക്കറിയാം. KCl ഡിസോസിയേറ്റ് ചെയ്താൽ K+ഉം അതുപോലെ Cl- ആണ് ഉണ്ടാവുക അല്ലേ, K+ഉം Cl-. അതായത് 1 മോൾ KCl ഡിസോസിയേറ്റ് ചെയ്താൽ 1 മോൾ K+ഉം 1 മോൾ Cl- ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 + 1 = 2 ആണ് n എന്ന് പറയുന്നത്.
ഇനി ഐ ഈക്വൽ ടു എന്താണ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ആൽഫ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 പ്ലസ് 2 മൈനസ് 1 ഇൻറ്റു 1, അതായത് 1 പ്ലസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ. കെ സി എല്ലിൻ്റെ 1 ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് ഐ ആയിരിക്കും, അത് പൂർണ്ണമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇനി H2SO4ൻ്റെ കേസിൽ ചെയ്താൽ H2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? 2H+ കിട്ടും, അതുപോലെ SO4 2 മൈനസ് ആണ് കിട്ടുക അല്ലേ. അതായത് 1 മോള് SO4 2 മൈനസും 2 മോൾസ് ഓഫ് H+ ആണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിൽ നിന്ന് കിട്ടുന്നത് 2 + 1 = 3 ആണ്. ഓക്കെ, 3 ആണ്. ഇനി പൂർണ്ണമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട്, അതായത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐ ഈക്വൽ ടു 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ആൽഫ അല്ലേ. n എത്രയാണ് ഇവിടെ? 3 ആണ്. 3 മൈനസ് 1 ഇൻറ്റു ആൽഫ 1 ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു 1 പ്ലസ് 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 1 2, 1 പ്ലസ് 2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. 1 ഓഫ് ഫാക്ടർ 3 എന്ന് കിട്ടും. ഇനി CH3COOH ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല അല്ലേ. KCl-ഉം H2SO4 ചെയ്തതുപോലെ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യൂല. അത് 0.2, അതായത് 20% ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ n എന്താണ്? n എന്ന് പറയുന്നത് CH3COO. ഇപ്പോൾ CH3COO ഡിസോസിയേറ്റ് ചെയ്താൽ CH3COO മൈനസും H+ ആണല്ലോ ഉണ്ടാവുക, അതായത് 2 പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് n നമുക്ക് 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഐ കാണുകയാണെങ്കിൽ 1 പ്ലസ് എന്നിന് പകരം 2 എന്ന് കൊടുത്ത് 2 മൈനസ് 1 ഇൻറ്റു ആൽഫ എത്രയാണ്? 0.2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 0.2 ആണ്. അപ്പോൾ നമ്മൾ 0.2 എന്ന് കൊടുത്തു, അതായത് 1 പ്ലസ് 1 ഇൻറ്റു 0.2, അതായത് 1.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ആദ്യത്തെ രണ്ട് നമ്മൾ ചെയ്തത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണ്. അവർ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 100% ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അല്ലെങ്കിൽ 1 ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയാം. ആൽഫ 1 ആണ്. ഓക്കെ, ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. ഓക്കെ, ആൽഫ 1 ആണ്. അത് KCl-ൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്, H2SO4ൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. സാൾട്ടിൻ്റെത്, അതുപോലെ സ്ട്രോങ് ആസിഡ്സിൻ്റെത്, സ്ട്രോങ് ബേസിൻ്റെത്, ഇവരതൊക്കെ എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തരണം, ക്വസ്റ്റ്യനിൽ തരണം എന്ത്? ഇത്രേ ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ തന്നിട്ട് ഇല്ല എങ്കിൽ നമുക്ക് 1 ആയിട്ടാണ് എടുക്കുന്നത്. ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു എന്ന രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി CH3COOH പോലത്തെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേത് ആ ഒരു കേസാണ്, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ്. ഒന്നാമത്തേത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ്. അവിടെ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആയിട്ട് എടുത്തു. ടോട്ടൽ നമ്പർ ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നോക്കി, എന്നിട്ട് നമ്മൾ ഐ കണ്ടു അല്ലേ. രണ്ടാമത്തെ കേസിൽ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഐ കണ്ടു. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിൽ നമുക്ക് നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണ് തരുന്നത്. അതായത് അവരെന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ യൂറിയ, ഗ്ലൂക്കോസ് ഒക്കെ പോലത്തെ സബ്സ്റ്റൻസസ്, കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം അവരെന്ത് ചെയ്യുന്നില്ല, ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അതായത് 1 മോൾ യൂറിയ ഇട്ടാൽ അത് 1 മോൾ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അത് ഡിസോസിയേഷൻ നടത്തൂല, അസോസിയേഷൻ നടത്തൂല. അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അപ്ലിക്കബിൾ അല്ല, കാരണം അവർ ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, 1 ആയിരിക്കും അവരുടെ ഐ. 1 ഓഫ് ഫാക്ടർ 1 ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു ഐ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഐ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ. അപ്പം ഇവിടെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ, അതായത് യൂറിയൻ്റെയും ഗ്ലൂക്കോസിൻ്റെ ഒക്കെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണോ അത് തന്നെ ആയിരിക്കും കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഐ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 1 ആയിരിക്കും, ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അവരുടെ n കാണുക, ആൽഫ 1 എന്നെടുക്കുക, എന്നിട്ട് ഐ കാണുക. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെ അവർ ഫുള്ളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മോൾ ഡിസോസിയേറ്റ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കുക, എന്നിട്ട് n കാണുക, എന്നിട്ട് നമുക്ക് ഐ കാണാൻ പറ്റും. യൂറിയ, ഗ്ലൂക്കോസ് പോലത്തെ നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ അവരുടെ ഐ 1 ആയിരിക്കും. ഓക്കെ, റെഡി. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇൻ വിച്ച് കേസ് 1 ഓഫ് ഫാക്ടർ ഈസ് മാക്സിമം?
നമുക്ക് താഴെ 2-3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 1/2 ഫാക്ടർ മാക്സിമം ഏതിലാണ്? 1/2 ഫാക്ടർ ഐ ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം ഐ എന്താണ്? 1 + n-1 ഇൻറ്റു ആൽഫയാണ് അല്ലേ? 1 + n-1 ഇൻറ്റു ആൽഫ. അപ്പോൾ എൻ്റെ കേസിൽ 1 + n എന്താണ്? കെ സി എൽ ഡിസോസിയേറ്റ് ചെയ്താൽ കെ പ്ലസും സി എൽ മൈനസും 2 ആണ് അല്ലേ? ഒരു കെയും ഒരു കെ പ്ലസും ഒരു സി എൽ മൈനസും ആണ് ഉണ്ടാവുക. അപ്പോൾ 2 ആണ് അവിടെ n എന്ന് പറയുന്നത്. 2 - 1 ഇൻറ്റു കെ സി എൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആൽഫ 1 ആണ് അല്ലേ? സോറി, ആൽഫ ഇവിടെ തന്നിട്ടുണ്ട്, 50% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 0.5 ആയിട്ട് എടുക്കണം. ഓക്കെ, 0.5, അതായത് 1 + 1 ഇൻറ്റു 0.5, അതായത് 0.5 ഈക്വൽ ടു 1.5. ഓക്കെ, ഇനി ബിയിൽ എന്താണ്? FeCl3 ആണ്. FeCl3 ഡിസോസിയേറ്റ് ചെയ്താൽ Feയും Fe3+ഉം പ്ലസ് 3 Cl- ആണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ 1 moles ഓഫ് Fe3+ഉം അതുപോലെ 3 moles ഓഫ് Cl- ആണ് ഉണ്ടാവുക. അപ്പോൾ n എന്ന് പറയുന്നത് 1 + 3 = 4 ആണ്. റെഡിയാണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഐ കണ്ടോക്കാം. ഐ എന്ന് പറയുന്നത് 1 + 4 - 1 ഇൻറ്റു ഇവിടെ ആൽഫ എത്ര തന്നിട്ടുള്ളത്? 30 ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഇൻറ്റു 0.3, അതായത് 1 + 3 ഇൻറ്റു 0.3, 0.9 അല്ലേ? 1 + 0.9 ഈക്വൽ ടു 1.9. ഓക്കെ, അപ്പോൾ രണ്ടാമത്തത് അങ്ങനെ കിട്ടി. ഇനി മൂന്നാമത്തത് ഏതാണ്? സി ഓപ്ഷൻ അല്ലേ? സിയിൽ ഏതാണ്? K2SO4 ആണ് അല്ലേ? K2SO4. ഇവിടെ നമുക്കറിയാം ഇത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2K+ഉം അതുപോലെ SO4 2- ആണ് ഉണ്ടാവുക. 2K+ഉം SO4 2-ഉം, അതായത് n എന്താണ്? 2 + 1 അല്ലേ? ഈക്വൽ ടു 3. n എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് ഐ കാണാലോ. 1 + 3 - 1 ഇൻറ്റു ഇവിടെ നമുക്ക് K2SO4ൻ്റെ കേസിൽ 40% ആണ് ആൽഫ തന്നിട്ടുള്ളത്. 0.4 എന്നെടുക്കാം. 1 + 2 ഇൻറ്റു 0.4 ഈക്വൽ ടു 1.8. ഓക്കെ, 1.8 ആണ് കിട്ടുക. ഇനി ഡി എന്താണ്? SnCl4 ആണ് അല്ലേ? അപ്പോൾ SnCl4 ഡിസോസിയേറ്റ് ചെയ്താൽ Sn + 4ഉം പ്ലസ് 4 Cl- ആണ് കിട്ടുക. അതായത് 1 + 4 ആണ് എന്ത്? n എന്ന് പറയുന്നത് 5 ആണ്. 1 + 4 = 5 ആണ് n. അപ്പോൾ ഐ എന്തായിരിക്കും? ഐ ഈക്വൽ ടു 1 + 5 - 1 ഇൻറ്റു 20, അതായത് 0.2 അല്ലേ? ഈക്വൽ ടു 1 + 4 ഇൻറ്റു 0.2, അതായത് 0.8 ഈക്വൽ ടു 1.8. അപ്പോൾ നമുക്ക് കിട്ടിയത് ആദ്യത്തെ എന്താണ്? ആദ്യത്തെ KClൻ്റെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഐ കിട്ടിയിട്ടുള്ളത് 1.5 ആണ് അല്ലേ? 1.5 കിട്ടി. FeCl3ൻ്റെ കേസിൽ എന്താ കിട്ടിയത്? 1.9 കിട്ടി അല്ലേ? 1.9 ആണ് കിട്ടിയത്. K2SO4ൻ്റെ കേസിൽ 1.8 ആണ് കിട്ടിയത്. അതുപോലെ SnCl4ൻ്റെ കേസിലും 1.8 ആണ് കിട്ടിയത്. ഓക്കെ, ഇതിൽ മാക്സിമം 1/2 ഫാക്ടർ എന്ന് പറയുന്നത് ബി ആണ്. FeCl3ൻ്റെ കേസിലാണ് അല്ലേ? FeCl3ൻ്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് 1/2 ഫാക്ടർ ഐ കാണാൻ പറ്റും. ഓക്കെ, ഇനി വിച്ച് കോമ്പൗണ്ട് കറസ്പോണ്ട്സ് ടു 1/2 ഫാക്ടർ to be equal to 2 in dilute solutions? 1/2 ഫാക്ടർ 2 ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. K2SO4ൻ്റെ നമുക്ക് ചെയ്ത് നോക്കാം. K2SO4ൻ്റെത് എന്താണ്? K2SO4ൻ്റെത് ആൽഫ നമുക്ക് 1 ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ K2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ 2K+ പ്ലസ് SO4 2- ആണ് ഉണ്ടാവുക. സോറി, 2- അല്ലേ? 2- ആണ് ഉണ്ടാവുക. n = 3 ആണ്. I = 1 + എന്താണ്? 3 - 1 ഇൻറ്റു 1, അതായത് 1 + 2 ഇൻറ്റു 1 2 അല്ലേ? 1 + 2 = 2. K2SO4ൻ്റെ I = 2 ആണ് കിട്ടുക.
ഇനി രണ്ടാമത്തേത് NaHSO4 ആണ്. NaHSO4 ഡിസോസിയേറ്റ് ചെയ്താൽ Na പ്ലസും അതുപോലെ H പ്ലസും SO4 മൈനസും ആണ് കിട്ടുക. ഓക്കെ, SO4 2 മൈനസ് അല്ലേ, SO4 2 മൈനസ് റെഡി, SO4 2 മൈനസ്, അതായത് N=3 ആണ്, 3 പാർട്ടിക്കിൾസ് കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ NaHSO4ൻ്റെ I = എന്തായിരിക്കും, I = 1 + 3 - 1 ഇൻറ്റു ആൽഫ നമ്മൾ 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 + 2 × 1 = 3 എന്ന് കിട്ടും അല്ലേ. NaHSO4ൻ്റെത് 3 ആണ് കിട്ടുക. CH3CaOHൻ്റെത് നമുക്കറിയാം, അതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അല്ലേ. വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്, ആൽഫ എന്ന് പറയുന്നത് 1-നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് CH3COOHൻ്റെ I = 1 + N എന്താണ് ഇവിടെ, CH3COO മൈനസ് പ്ലസ് H പ്ലസ് അല്ലേ. ഇപ്പം 2 ആണ് അവിടുത്തെ N എന്ന് പറയുന്നത്. 2 - 1 ഇൻറ്റു എന്താണ്, 1-നേക്കാൾ കുറവായിട്ടുള്ള ഒരു സംഖ്യ കൊണ്ടായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക. കാരണം ആൽഫ 2 - 1 ഇൻറ്റു ആൽഫ എന്ന് ഞാൻ ഏതാണ്, പക്ഷേ ആൽഫ ഇവിടെ എന്തായിരിക്കും, 1-നേക്കാൾ കുറവായിട്ടുള്ളൊരു സംഖ്യ ആയിരിക്കും. കാരണം CH3COOH ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് 1 + 1 ഇൻറ്റു ആൽഫ എന്ന് കിട്ടും, 1 + ആൽഫ എന്ന് കിട്ടും അല്ലേ. ആൽഫ 1-നേക്കാൾ കുറവായ ഒരു സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 2-നേക്കാളും കുറവായിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുക അല്ലേ. 2-നേക്കാൾ കുറവായിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുക, 1/2 ഫാക്ടറായിട്ട് കിട്ടുക. ഇനി MgSO4ൻ്റെ കേസിലാണെങ്കിലോ, MgSO4ൽ നമുക്കറിയാം Mg 2+ SO4 2 - ആയിട്ടാണ് എന്ത് ചെയ്യുക, അവർ ഡിസോസിയേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, I = 1 + N - 1 ഇൻറ്റു ആൽഫയാണ് കിട്ടുക അല്ലേ. അപ്പോൾ 1 + N എന്താണ്, 2 ആണ്, 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ഇൻറ്റു ആൽഫ, ആൽഫയും 1 ആണ് അല്ലേ, 1 × 1 = 2 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇവിടെ ഓക്കെ, K2SO4ൻ്റെ കേസിൽ നമ്മൾ ചെയ്തത് 1 + 3 - 1 ഇൻറ്റു 1 ആണ്. അത് ആൻസർ കിട്ടുക 1 + 2 = 2 എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലേ. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, 1 + 2 = എന്താണ്, 1 + 2 = 3 ആണ് അവിടെ കിട്ടുക. ഓക്കെ, 3. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അല്ലേ. അതായത് NaHSO4ൻ്റെ കേസിൽ I 3 ആണ് കിട്ടിയിട്ടുള്ളത്, K2SO4ൻ്റെ കേസിൽ I 3 ആണ് കിട്ടിയിട്ടുള്ളത്, CH3COOHൻ്റെ കേസിൽ <2 ആണ്, MgSO4ൻ്റെ കേസിൽ 2 ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് =2 ആണ് അല്ലേ. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് MgSO4 ആണ്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് 1/2 ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം. അസോസിയേഷൻ വരുമ്പോൾ എങ്ങനെയാണ് 1/2 ഫാക്ടർ വരുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.